പിമ്പിൾസ് പോലെ ബ്രേക്ക്ഔട്ട്സ് പോലെ വന്നു. അപ്പോൾ പക്ഷേ അത് ഒരു മാസത്തിന് ശേഷമാണ്, ഇത് യൂസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് അങ്ങനെ വന്നത്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യമുനാസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ ബെറിയർ ആൻഡ് ഹൈറലോണിക് ആസിഡ് ബെറിയർ റിപ്പയർ മോയ്സ്ചറൈസർ. സെറമൈഡ് ആൻഡ് തെറ്റിപ്പോയി നേരത്തെ പറഞ്ഞപ്പോൾ, സെറമൈഡ് ആൻഡ് ഹൈറലോണിക് ആസിഡ് ബെറിയർ റിപ്പയർ മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്രിഡോമിൻ്റെ മോയ്സ്ചറൈസർ ആയിരുന്നു. അതിൽ വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു തിക്ക് ടെക്സ്ചറുള്ള ഒരു നല്ല മോയ്സ്ചറൈസർ ആയിരുന്നു. എനിക്ക് എൻ്റെ സ്കിൻ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന, എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എൻ്റെ സ്കിന്നെ നന്നായിട്ട് സ്യൂട്ട് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചതാണ്, ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ. ഇതിൻ്റെ പല ടൈപ്പ് മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് ബ്ലൂ പാക്കിങ്ങിൽ വരുന്ന പല സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റിയ മോയ്സ്ചറൈസേഴ്സും ഈ ഡോട്ട് ആൻഡ് കീ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ട് സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും സെൻസിറ്റീവ് സ്കിന്നും എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയതാണെന്നാണ് ഇവർ ഇതിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ചിൻ ഏരിയയിലും പിന്നെ നോസിലും പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, ചെറിയ ചെറിയ ഇങ്ങനെ പിമ്പിൾസ് പോലെ ബ്രേക്ക്ഔട്ട്സ് പോലെ വന്നു. അപ്പോൾ പക്ഷേ അത് ഒരു മാസത്തിന് ശേഷമാണ്, ഇത് യൂസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ക്ലെയിം ചെയ്യുന്നത് ഇത് സെൻസിറ്റീവ് സ്കിന്നും ആക്നി പ്രോൺ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഡ്രൈ സ്കിന്നും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഫുള്ളി അവോയ്ഡ് ചെയ്യണം ഈ മോയ്സ്ചറൈസർ. ഇത് ആകെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നുള്ളവർ മാത്രമേ യൂസ് ചെയ്യുക. അതാണ് സേഫ്. അല്ലെങ്കിൽ ഇങ്ങനെ ടൈനി ബംസ് വരും. അത് നമ്മൾ ആദ്യമൊന്നും അറിയില്ല. ഒരു മാസമൊക്കെ, ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഒരു പ്രോഡക്റ്റ് ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ട് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ വരുന്നത് ബ്രേക്ക്ഔട്ട്സ്. സാധാരണ ഒരാഴ്ച കഴിയുമ്പോൾ ഒക്കെ അതിൻ്റെ റിസൾട്ട്സ് വരുന്നത്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇത് തിക്കല്ല, അത് ഞാൻ നേരത്തെ തിക്കെന്നാണ് പറഞ്ഞത്, തിക്കല്ല, ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നല്ല പെട്ടെന്ന് അബ്സോർബിങ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് ഇത്. അപ്പോൾ ഓയിലി അങ്ങനെ സ്റ്റിക്കി ഫീലിംഗ് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാം. ഇതിലുള്ളത് സെറമൈഡ്, ഹൈറലോണിക് ആസിഡ്, പിന്നെ പ്രോബയോട്ടിക്സും റൈസ് വാട്ടറും ഉണ്ട്. സെറമൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ബെറിയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെറമൈഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈറലോണിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എപ്പോഴും പ്ലംപും ഹൈഡ്രേറ്റഡ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ, കുറേ മണിക്കൂർ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും. അതാണ് ഹൈറലോണിക് ആസിഡിൻ്റെ യൂസസ്. പിന്നെ ഇതിൽ പ്രോബയോട്ടിക്സും റൈസ് വാട്ടറും ഉണ്ട്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റൈസ് വാട്ടർ, ജാപ്പനീസ് റൈസ് വാട്ടറാണ് ആക്ച്വലി ഇതിലുള്ളത്. ഇത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ റിഫൈൻ ചെയ്ത് എനിക്കൊന്നും നല്ല റൈസ് വാട്ടർ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഗ്ലോയിങ് സ്കിൻ അല്ലേ കിട്ടുന്നത്. അപ്പോൾ റിഫൈൻ ചെയ്ത് നല്ല ഗ്ലോ തരും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ സൂത്ത് ചെയ്യും, കുറച്ച് അത് റെഡ്യൂസ് ചെയ്യും. പിന്നുള്ളത് പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക്സ് നമ്മുടെ സ്കിൻ എലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ആക്നി ഒന്നും വരാതെ എക്സസ് ഓയിൽ പ്രൊഡക്ഷനൊക്കെ കുറയ്ക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നാച്ചുറൽ പ്രൊട്ടക്റ്റീവ് ലെയർ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് റീസ്റ്റോർ ചെയ്യാനും സഹായിക്കും. പിന്നെ അടുത്ത ഇതിൻ്റെ ഫ്രാഗ്രൻസിനെ കുറിച്ച് പറയാം. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്നാണ് ഇവർ കൊടുത്തേക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ല, ഫ്രാഗ്രൻസ് ഫ്രീ തന്നെയാണ്. ഞാൻ വേറൊരു ടൈപ്പ് ഒരു ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ട് ഞാൻ യൂസ് ചെയ്തപ്പോൾ, പക്ഷേ എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. എന്നാലും ഓൾമോസ്റ്റ് കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയാം. ഇത് അഡ്വാൻറ്റേജസ്, ഇതിൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും, നല്ല ലൈറ്റ് വെയ്റ്റ് ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ഇത് അഫോർഡബിൾ ആണ്. എനിക്കത് അഫോർഡബിൾ ആയിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ന്യൂട്രിഡോമിൻ്റെ മോയ്സ്ചറൈസറെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയാൽ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഒരു 1000 താഴെ വരും. ഇത് 400 താഴെ വരും. അതുകൊണ്ട് അഫോർഡബിൾ ആണ്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റില്ല. കോമ്പിനേഷൻ സ്കിന്നും ഓയിലി സ്കിന്നും ഫുൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഉള്ളി ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ നമ്മുടെ സ്കിൻ പ്ലംപ് ആക്കും, സോഫ്റ്റ് ആക്കും. അത്രേ ഉള്ളൂ അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, പിന്നെ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെയുണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. വൈറ്റമിൻ ഇ. അത് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് പാക്കിങ്ങിൽ കൊടുത്തിട്ടില്ല. ഓക്കെ ഓക്കെ വൈറ്റമിൻ ഇ എന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂഷനിൽ നിന്നും പിന്നെ സൺ ഡാമേജിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ആക്നി സ്കാർസും അതിനൊക്കെ ഉണ്ടെങ്കിൽ, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫെയ്ഡ് ആക്കും, അതും കുറയ്ക്കും, നല്ലോണം കുറയ്ക്കും. പിന്നെ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കും. പിന്നെ ഇറിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂത്ത് ചെയ്യും. എന്തെങ്കിലും ലൈക്ക് ഡ്രൈ പാച്ചസ്, അങ്ങനെ ഇറിറ്റേറ്റഡ് സ്കിൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നന്നായിട്ട് സൂത്ത് ചെയ്യും, കാം ചെയ്യും. പിന്നെ ഇതിൽ ബ്ലൂബെറി ഉണ്ട്. അത് നമ്മുടെ സ്കിൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിൻ സൂത്ത് ചെയ്യും. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം ഞാൻ വൈറ്റമിൻ ഇയുടെ കാര്യത്തിൽ പറഞ്ഞു വന്നത് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്റ്റ് ചെയ്യും, ഹീൽ ചെയ്യും, സോഫ്റ്റൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റിയതല്ല. ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും അവോയ്ഡ് ചെയ്യണം. അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിന് ഇത് ബെസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഫേസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാച്ച് ടെസ്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ചെവിയുടെ പുറകിൽ അവിടെ അല്ലെങ്കിൽ കയ്യിൽ അപ്ലൈ ചെയ്ത് നോക്കി ഒരു അരമണിക്കൂർ നോക്കിയതിന് ശേഷം വേണം. ഇച്ചിങ് ഒന്നും ഇല്ലെങ്കിൽ, അലർജി ഒന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ ക്രീം, ഈ മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും റെക്കമെൻഡ് ചെയ്യില്ല. ഇത് നല്ലതല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്ത് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.